Hi everyone, welcome back to another video of Tech Quarantine. Last time we discussed about different types of beams with different types of loads, and now we are moving on to the next session that's called center of gravity. How to find center of gravity of different types of sections. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നോക്കുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനാണ്. അതിൽ ഐ ബീമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് എ ഐ ബീം. എന്തൊക്കെയാണ് ഒരു ഐ ബീമിൻ്റെ പാർട്സ്? ദിസ് പാർട്ട് ഈസ് കോൾഡ് വാട്ട്? ഫ്ലാഞ്ച്, upper flange, lower flange. Okay, so I beam is consist of two flanges and one web. Okay, so web is the vertical portion, that is the center part, and this is the web and this is the flange. Okay, so this is flange width and this is flange thickness, this is web width, this is web length, and this is lower flange thickness and lower flange width. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഹൗ ടു ഫൈൻഡ് ഓർ ഹൗ ടു ഡിറ്റർമൈൻ ദ സെൻറ്റർ ഗ്രാവിറ്റി ഓഫ് ദിസ് സെക്ഷൻ. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? അതായത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ എൻ്റയർ മാസ് ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും, അത് എവിടെയെന്ന് കണ്ടെത്തുന്ന ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ ഹൗ ടു ഡിറ്റർമൈൻ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പോർഷനാണ് കുറച്ച് വെയിറ്റ് കൂടിയ ഭാഗം. കാരണം എന്താ, ഇതിനേക്കാൾ ഏരിയ കൂടുതലുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, റെക്റ്റാങ്കിൾ. ഇത് നമ്മൾ പല റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യാം, 3 റെക്റ്റാങ്കിളാക്കാം. അപ്പോൾ ഏതാണോ ഏരിയ കൂടിയ ഭാഗം, ആ ഏരിയ കൂടിയ ഭാഗത്തേക്കായിരിക്കും എന്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സ്റ്റെപ്പ് 1 ഇതിനെ ഡിവൈഡ് ചെയ്യുക, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിപ്പോൾ 3 പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നത് ഐ സെക്ഷൻ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ടി സെക്ഷൻ ആണെങ്കിൽ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 2 പാർട്ടായിട്ട്, ഒന്ന് ഫ്ലാഞ്ച് ഒന്ന് വെബ്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ ആംഗിളാണ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് എത്ര 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 2 സെക്ഷൻ. ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് വി ഹാവ് ടു ഡിവൈഡ് ഇൻ ടു 3 പാർട്സ്, 3 സെക്ഷൻസ്. അതെന്തൊക്കെയാണ്? ഒരു അപ്പർ ഫ്ലാഞ്ച്, ലോവർ ഫ്ലാഞ്ച്, ഒരു വെബ്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഫസ്റ്റ് ഇതിനെ A1 എന്ന് വിളിച്ചു, ഈ ഫസ്റ്റത്തെ ഏരിയനെ. ഇവിടെ വെബിൻ്റെ ഏരിയ A2, ഇതിൻ്റെ A3. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാം? A1 A2 A3 കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് A1. വാട്ട് ഈസ് A1? റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ല. റെക്റ്റാങ്കിൾ ഷേപ്പ് ആകുമ്പോൾ ഏരിയ എങ്ങനെ കാണാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, 100 ഇൻറ്റു 20 എന്താണ്? 2000 mm². യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ MM തന്നെ കിട്ടണം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയല്ലേ ചോദിച്ചേ, അപ്പോൾ അതിനോണ്ട് യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ A1 കിട്ടി. അടുത്ത് A2 എങ്ങനെയാണ്? ഇതാണ് ഇവിടുത്തെ റെക്റ്റാങ്കിൾ, വെബിൻ്റെ പാർട്ട് ഇതാണ്. ഇതിൽ ഇത് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10 ആണ്, ഇത് 10. പിന്നെ ലെങ്ത്ത് വന്നിട്ടുണ്ട് 150. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താ? 150 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 1500 mm². ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത് A3 ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 200. റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് 40 ഇൻറ്റു 200 വിച്ച് ഈസ് ഈക്വൽ ടു 8000 mm². ഇപ്പോൾ A1 A2 A3 കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ y ബാർ ഈക്വൽ ടു, ഈ ഇക്വേഷൻ പഠിക്കുക, y ബാർ ഈക്വൽ ടു A1 y1 പ്ലസ് A2 y2 പ്ലസ് A3 y3 ഡിവൈഡ് ബൈ A1 പ്ലസ് A2 പ്ലസ്
A3. ഇതാണെന്ത് നമ്മുടെ ഇക്വേഷൻ ഫോർ y ബാർ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ഇത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ A1 കിട്ടി, A2 കിട്ടി, A3 കിട്ടി. ഈ A1 A2 A3 കിട്ടി. Y1 Y2 Y3 എന്താണ് Y1 Y2 Y3? അപ്പോൾ Y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എബൌട്ട് ബോട്ടം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം അതൊരു നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഡാറ്റ. ഓക്കെ. ഈ ഡാറ്റത്തിൽ നിന്നുള്ള ലെങ്ത്തുകളാണ് Y1 Y2 Y3. ഈ ഡാറ്റത്തിൽ നിന്ന് ഈ ഫസ്റ്റത്തെ A1 കിടക്കുന്നത് ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റം ടു സെൻറ്റർ ഓഫ് A1 ഇതാണ് Y1. ഓക്കെ. സെൻറ്റർ ഓഫ് A1 ഇതിൻ്റെ സെൻറ്റർ എന്താ, ഇത് 20 ആണ്. അപ്പോൾ 20/2 ഇവിടെ 10 ആയിരിക്കും വരിക. ഇത് 10 വരും, ഇത് 10. അപ്പോൾ ടോട്ടലി 20 കിട്ടി. പിന്നെ ഈ ടോട്ടൽ ലെങ്ത് എത്ര? 40 + 150 എത്രയാണ്? ഇവിടുന്ന് ഇതുവരെ ഉള്ളത് 40 + 150 എത്ര? 190. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ Y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്ററിലോട്ടുള്ള. അപ്പോൾ 190 + ഈ 10. Y1ൻ്റെ വാല്യൂ കിട്ടിയില്ലേ? Y1 = 200 mm. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. അതായത് ഇതാണ് നമ്മൾ ഡാറ്റ ആയിട്ട് സെറ്റ് ചെയ്ത്. എപ്പോഴും അതിൻ്റെ ബോട്ടം, ഏതെങ്കിലും സ്ട്രക്ചറിൻ്റെ ബോട്ടം ഡാറ്റ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് T ഷേപ്പ് ആണെങ്കിൽ, T സെക്ഷൻ ആണെങ്കിൽ ബോട്ടം ഇവിടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് A1ഉം ഇത് A2. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും Y1. ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് Y2. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ I സെക്ഷൻ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് T സെക്ഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡാറ്റത്തിൽ നിന്ന് ഈ ഒരു A1ൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസാണ് Y1. ഇനി അടുത്തത് Y1 കിട്ടി. അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബിൻ്റെ, ഇതാണ് വെബ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ. വെബ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതാണ് വെബിൻ്റെ സെൻറ്ററിലോട്ട് ഈ ഡാറ്റത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് Y2. കാരണം നമ്മൾ ഏറ്റെടുത്തത് വെബിൻ്റെ മാത്രമല്ലേ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് ഡാറ്റത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് എന്ത്? Y2. അപ്പോൾ Y2ൻ്റെ വാല്യൂ എന്ന് പറയും Y2 = 40 ഇത് 40 അല്ലേ? 40. ഇതിൻ്റെ സെൻറ്ററിലേക്ക് എന്ന് പറഞ്ഞാൽ 150 / 2. അപ്പോൾ ഇത് എത്ര? 75. അപ്പോൾ Y2 = 40 + 75 which is equal to എത്ര വരിക? 40 + 75, 70 + 40 അപ്പോൾ 115 വരും അല്ലേ? 115 mm. അപ്പോൾ Y1ഉം Y2ഉം കിട്ടി. ഇനി Y3 എന്താണെന്ന് നോക്കാം. ഇത് ഡാറ്റം, ഇത് A3 എന്നുള്ള പോർഷന് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ A3ൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഡാറ്റത്തിൽ നിന്ന് എത്രയാണ്? ഇതിൻ്റെ സെൻറ്റർക്ക് 20. അപ്പോൾ Y3 = 20 mm. നമുക്ക് വേണ്ട Y1 Y2 Y3 കിട്ടി. A1 A2 A3 അറിയാം. Y ബാർ കണ്ടുകൂടെ? ഇത്രേ ഉള്ളൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാൻ. ഓക്കെ. അപ്പോൾ ഞാനത് സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട്, സ്റ്റെപ്പ് 1 പറഞ്ഞാൽ A1. സ്റ്റെപ്പ് 1 എന്താണ്? A1 A2 A3 കാണാം. ഫൈൻഡിങ് ദ വാല്യൂസ് ഓഫ് A1 A2 A3. ഓക്കെ. ആൻഡ് സ്റ്റെപ്പ് 2. വാട്ട് ഈസ് സ്റ്റെപ്പ് 2? ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് Y1 Y2 Y3 ആൻഡ് Y3. ഓക്കെ. ഇനി സ്റ്റെപ്പ് 3 എന്താ? സ്റ്റെപ്പ് 3 എന്താണ്? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ ഏതാണ്? ഓക്കെ. സിമ്പിൾ. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. Y ബാർ എന്താണ്? A1 Y1. A1 എത്ര? നേരത്തെ A1 കിട്ടിയല്ലേ? 2000 ഇൻറ്റു Y1 എത്ര? 200 പ്ലസ്
അടുത്ത് A2Y2 എത്ര കിട്ടി 10 into 150 1500 into Y2 എത്ര 115 പ്ലസ് A3Y3 എത്ര A3 40 into 8000 into Y3 എത്ര കിട്ടി 20. ഇപ്പോൾ ഇത് ഫുൾ കിട്ടില്ല. ഡിവൈഡ് ബൈ A1 plus A2 plus A3 എത്രയാണ് 2000 പ്ലസ് 8000 അല്ല സോറി 8 എത്ര 1500 പ്ലസ് 8000. ഞാൻ അതൊക്കെ മായ്ക്കാണ്. A2 A3 ഓക്കെ. ഇതൊന്ന് റീറൈറ്റ് ചെയ്യാണ്. 2000 ഇൻറ്റു 200 പ്ലസ് 1500 ഇൻറ്റു 115 പ്ലസ് 8000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ എത്ര വരുന്നത് ടോട്ടൽ 25,000 25 അല്ല സോറി 10,000 11,500 ഈസ് ഈക്വൽ ടു y ബാർ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് y ബാർ കിട്ടും. So by solving this equation we will get center of gravity as 68.69 mm. Okay, so this is the brief explanation for how to find the center of gravity of a ice section. I will repeat. We have 3 steps. In the first step we have to find the area included in the figure, and in the first step we are just splitting the section into 3 parts. First we are just considering the upper flange as A1, then the web as A2 and the lower flange as A3. Okay, and we will be finding A1 A2 A3 using the equation for rectangular section. What is the area of a rectangular section? Length into breadth. Okay, so we will be finding out the areas. So A1 A2 A3 will. Then the step 2, how to find the step 2 is how to find y1 y2 y3. Before that we should know what is y1 y2 y3. എന്താണ് y1 y2 y3? I told, suppose this is the datum of the section. What is the distance from the center of the mass to the datum? അപ്പോൾ ഇതിൽ സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിരിക്കും? ഇതിൻ്റെ സെൻട്രലായിരിക്കും. A1 എന്നുള്ള പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ ആയിരിക്കും. അത് ആ സെൻറ്ററിൽ നിന്ന് ഈ ഡാറ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എന്ത് y1. അടുത്ത് y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A2 എന്നുള്ള സെക്ഷൻ്റെ സെൻറ്ററിൽ നിന്ന് ഡാറ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ്. ദെൻ A3, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സെക്ഷൻ A3 ടു ദ datum, that is 20 mm. Okay, we will be finding out y1 y2 y3 using just mathematical calculations. Then step 3, what is step 3? Is nothing but just using the equation we will be finding out the center of gravity of the section. So I will write again. What is the equation? Y bar is equal to A1 y1 plus A2 y2 plus A3 y3 divided by A1 plus A2 plus A3. So applying these 3 steps we can easily find out the center of gravity of any section. Okay, thank you.